very thought has been
drawing between center and state when the Kerala. Come on, don't. Yeah. Don't My question is, do you have any? Because we are not part of it. Anyone who wants to pop it up as a controversy can keep doing that. And there will be no fairness in their thoughts and propaganda which will fall as a stink on the tears of the baby. We are looking after them. You just investigate and find out there was a flaw in operations, which is the responsibility of the External Affairs Minister. You tell me they were flawful. I feel they were flawless. Because they are raising this as a, so that's why I asked. People will understand. What is the primary necessity or final lookout of the living community? Result. Prove that the result which is happening now, a time-bound action course, prove that it was flawful. Then we'll discuss. Thank you, sir. சொல்லுங்க. വളരെ ദുഃഖകരമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ പൗരന്മാർ വിദേശത്ത് ജോലി തേടി തങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടി മാത്രം പോയി നമ്മുടെ യുവാക്കൾ വളരെ അതിദാരുണമായി ഈ മരണത്തിൽ നമ്മൾ അങ്ങേയറ്റം ദുഃഖിക്കുകയാണ്. അവർക്ക് പ്രത്യേകം അതിനെതിരെയാണ്. ഒരാഴ്ച മുമ്പ് പോയ തൃശ്ശൂരിലെ ചാവക്കാട് ബിനോയ് തോമസിൻ്റെ ജീവിതം ഒരാഴ്ച തികഞ്ഞായിട്ടില്ല. അദ്ദേഹം പോയിട്ട് 2 കുട്ടികളുടെ കുടുംബമാണ്. അതിദാരുണമായി ദുഃഖിക്കുന്നു. അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അതേപോലെ നമ്മുടെ മറ്റുള്ള ജില്ലകളിലും നമ്മുടെ യുവാക്കൾ തൊഴിൽ തേടി പോയപ്പോൾ അവരുടെ ഈ ദുഃഖത്തിലും കുടുംബാംഗങ്ങളിലൊപ്പം സമൂഹത്തിനൊപ്പം പങ്കുചേരുകയാണ്. നമുക്കറിയാം, ആ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൽ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഒത്തിരി മലയാളികൾ സൗദിയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ജോലി തേടി പോയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവാക്കി കിട്ടി. അനേകം മലയാളികൾ ഈ ബിൽഡിങ്ങിലുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ 2 ആഴ്ച മുമ്പാണ് മറ്റു രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോയത്. എന്തായാലും ഈ ദുഃഖത്തിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് എറണാകുളം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീ ടി.വി. സജീവ്. കുവൈറ്റിൽ ദാരുണമായി മരണപ്പെട്ട നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഏകദേശം ഒരു 10 കൂടി നമ്മുടെ എയർപോർട്ടിൽ എത്തിച്ചേരുകയാണ്. അവരുടെ ഈ യോഗത്തിൽ വളരെയധികം ദുഃഖവും വിമർശവും നമ്മൾ അറിയിക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയി പണിയെടുത്ത് കഷ്ടപ്പെടുന്ന ഈ ആളുകളെ അവരുടെ സുരക്ഷ വളരെ നല്ല രീതിയിൽ വരുത്തുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണമായിട്ടൊരു അന്തരീക്ഷം നടന്നത്. അത് നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി ഏറ്റവും വലിയ ഒരു സങ്കടാവസ്ഥയാണ്. നാടിനും ഈ രാഷ്ട്രത്തിനും സേവനമനുഷ്ഠിച്ചതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ദുരിതത്തിൻ്റെ എല്ലാം ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത്. കേരളത്തിലെ പ്രവാസി സംഘം ഈ
മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാ കുടുംബത്തിനും വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുന്നു. ദുരന്തത്തിൻ്റെ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നൊരു വലിയ ദുരന്തത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്നത് കേരളത്തിലെ ആളുകളാണ്. മരണപ്പെട്ട 45 പേരിൽ 23 പേരും കേരളത്തിൻ്റേതാണ് എന്നുള്ളത് കേരളത്തെ വല്ലാതെ ഞെട്ടിച്ച ഒരു അനുഭവമാണ്. അവരുടെ കുടുംബാംഗങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് അക്ഷരാർത്ഥത്തിൽ അസ്തമിച്ചത്. ചില കുടുംബങ്ങളിൽ ആ കുടുംബത്തിന് അത്താണിയായിട്ടുള്ള ഏക ആശ്രയമാണ് നഷ്ടപ്പെടുന്നത്. എത്ര കൊടുത്താലും മതിയാകില്ല, എന്ത് സഹായിച്ചാലും മതിയാകില്ല. പക്ഷേ നഷ്ടപ്പെട്ടവരുടെ തുടർന്നുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കാവുന്ന വിധത്തിലുള്ള രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രയാസത്തെ മറികടക്കാൻ ഓരോ കുടുംബങ്ങളെയും സഹായിക്കണം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആ വിധത്തിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. എല്ലാ കല്യാണത്തിന് മുമ്പിൽ അഗാധമായ അനുശോചനം സർക്കാരിന് വേണ്ടി അറിയിക്കും. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും കുടുംബങ്ങളോടുമുള്ള അനുശോചനം അറിയിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും പ്രിയപ്പെട്ട ഈ സഹോദരങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ കുവൈറ്റിലുണ്ടായ ദാരുണമായ സംഭവം നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നു, വലിയ പ്രയാസത്തിലും ആക്കുന്നതാണ്. നമുക്കെല്ലാവരെയും ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ഈ കുവൈറ്റിലും മറ്റുള്ള അറബി നാടുകളിലൊക്കെ പോയി ജോലി ചെയ്യുന്നത്. ഈ മരിച്ച ഓരോ ആളുടെയും കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ഇവരൊക്കെ. പക്ഷേ ആ പ്രതീക്ഷ ഇന്ന് എന്താ പറയുക അസ്ഥാനത്തായി കഴിഞ്ഞു. അത്രമാത്രം പ്രയാസമുണ്ട് കുടുംബത്തിനും നാടിനും രാജ്യത്തിനുമൊക്കെ. അതിൻ്റെ അനുശോചനമാണ്. ദാരുണമായൊരു സംഭവമാണ് കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഇപ്പോഴും അതിൽ നിന്നൊരു മോചനം നമ്മുടെ നാടിനും മലയാളികൾക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടെ ഈ വിമാനത്താവളത്തിലേക്ക് വരുന്ന മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വിങ്ങിപ്പൊട്ടി കുടുംബാംഗങ്ങളും നാട്ടുകാരും കാത്തിരിക്കുകയാണ്. അവരെ കൊണ്ടുപോകാനുള്ള വീടുകളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കഴിഞ്ഞു. ഏതായാലും ഈ സംഭവം നമ്മെ നാടിനെ നടുക്കിയിരിക്കുകയാണ്. കുടുംബങ്ങൾക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ അനുശോചനവും രേഖപ്പെടുത്തുന്നു. അവർക്ക് ആവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ളത് സർക്കാരും വിവിധ ഏജൻസികളും വ്യക്തികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുടുംബത്തിന് സംരക്ഷണം കൊടുക്കാനും സാമ്പത്തികമായി ഭദ്രത ഉണ്ടാക്കുന്നതിനും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും KPCCയും എന്നും ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും എൻ്റെ പാർട്ടിയുടെയും എൻ്റെയും അനുശോചനം നൽകുന്നു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനാജനകമായ ഒരു വാർത്തയാണ് 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോകകേരള സഭയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവാസികളെല്ലാവരും തിരുവനന്തപുരത്ത് ഒത്തുകൂടുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്കൊരു ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് അറിയപ്പെട്ടത്. ഉടനെ അതിൻ്റെ ആഘോഷ പരിപാടികളും മറ്റുള്ള പരിപാടികളും ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ മാറ്റിവെച്ച് എല്ലാ പ്രവാസികളോടും അതാത് പ്രദേശങ്ങളിലേക്കുള്ള ആളുകളുടെ മരണമടങ്ങിയ ആളുകളുടെ വീട്ടിൽ പോയി വേണ്ട നടപടികൾ സ്വീകരിക്കാനായിട്ട് സംസ്ഥാന കമ്മിറ്റി കേരള പ്രവാസ സംഘത്തിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നു. അതുപ്രകാരം ജില്ലാ കമ്മിറ്റി ഒന്നടക്കം തന്നെ ഇന്നലെ മുതൽ നെടുമ്പാശ്ശേരി എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ മൃതശരീരങ്ങളെ ആദരവോടുകൂടി സ്വീകരിക്കുന്ന ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങളെല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആ ധീരമായ ഉപജീവനാർത്ഥം വിദേശ രാജ്യത്തേക്ക് പോയി തൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വാഭാവികങ്ങൾക്കും ഉപേക്ഷിച്ച് അന്യരാജ്യത്ത് പോയി കിടക്കുന്ന പ്രവാസികൾ ഇത്തരത്തിലേക്കുള്ള ദാരുണമായ അന്ത്യം സംഭവിച്ചാൽ അവർക്ക് കേരള പ്രവാസ സംഘത്തിൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും വച്ചിട്ടുണ്ടായിരുന്ന ഈ ദാരുണ സംഭവത്തിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം നമ്മൾ ഈ ദുഃഖത്തിൽ പങ്കുചേരും. പോരെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വന്നിട്ടുള്ള ഈ ദുരന്തം അത് വലിയ വേദന ഉളവാക്കുന്നതാണ്. അവരെല്ലാം നിര്യാണത്തിൽ അനുശോചിക്കുകയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രത എല്ലാ മേഖലയിലും നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്.
കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തത്തിൽ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് തന്നെയാണ്. ഈ സ്ഥാപനം തന്നെ പത്തനംതിട്ട ജില്ലയിൽപ്പെട്ട നെരണം സ്വദേശിയായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ ഈ സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആഘാതം ഉണ്ടായപ്പോൾ തന്നെ അത് ആരും ഉണ്ടാകരുത് എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ 6 പേരാണ് നമ്മളിൽ നിന്ന് വേർപെട്ട് ഈ ദുരന്തത്തിൽപ്പെട്ട യാത്രയായിരിക്കുന്നത്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ആ ഭവനങ്ങളിലൊക്കെ പോയിരുന്നു. രാത്രി 3:30 വിളിച്ച വീട്ടുകാരോട് സ്നേഹാന്വേഷണം നടത്തിയ ആളുകളുണ്ട്. 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നവരുണ്ട്. അവരൊക്കെ ഇല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ആഘാതം, ആ ആഘാതം എത്ര വലുതാണ് എന്നുള്ളത് പറയേണ്ടതില്ല. ആ ദുഃഖത്തിലാണ് നാട് മുഴുവൻ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ കുറഞ്ഞൊരു സമയത്തെ പൊതുദർശനത്തിന് ശേഷം അതാത് ഭവനങ്ങളിലേക്ക് പ്രത്യേക ആംബുലൻസിൽ എത്തിക്കുക എന്നുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് അവിടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കുമൊക്കെ പരമാവധി സമയം അന്ത്യോപചാരം അർപ്പിക്കാൻ കഴിയുന്നതും അതിനുള്ള സമയം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നാട് മുഴുവൻ ഒരു ദുഃഖക്കടലായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ 10:20 വിമാനം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ സംസ്ഥാനങ്ങളും 45 പേരുടെ ഭൗതിക ശരീരമാണ് വരുന്നത്. ഇവിടെ ഇറങ്ങി പിന്നെ അത് ഡൽഹിയിലേക്ക് പോകും. അപ്പോൾ അതിൽ കേരളം അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക അവരുടെ ഭൗതിക ശരീരമാണ് ഇവിടെ ഇറങ്ങുന്നത്. ഓരോരുത്തർക്കും ഓരോ ആംബുലൻസ് ക്രമീകരിച്ചിട്ടുണ്ട്, പൈലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയധികം കൂടി ഒന്നിച്ചു വരുന്നതുകൊണ്ട് ഓരോരുത്തരുടേതാണെന്ന് വെരിഫൈ ചെയ്യാൻ ആവശ്യമായ ചുമതല റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നോർക്കെ പൊതുവെ ഇത്തരം കാര്യങ്ങളാകെ ക്രോഡീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചികിത്സയിൽ കഴിഞ്ഞു അവരിപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ അനുസരിച്ച് അവർ പൊതുവെ അപകടകരമായ സ്ഥിതിയിലല്ല എന്നാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി അറിയിച്ചിട്ടുള്ളത്. അവിടെ തന്നെ ചികിത്സയിൽ തുടരുമ്പോഴാണ് ഈ ഘട്ടത്തിൽ ഉചിതമെന്നാണ് അവിടെ വീട്ടിലേക്ക് അത് അവരാണ് അത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഞങ്ങൾ അവരുമായിട്ട് തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉള്ളിൽ ഒതുക്കാൻ കഴിയാത്ത നിലയിൽ അത്യന്തം അപാരമായ ദുഃഖസാഗരത്തിൽ ജനങ്ങളെല്ലാം ഒരുപോലെ അത് അനുഭവിക്കുമ്പോൾ തീർച്ചയായും അതിനോടൊപ്പം പങ്കുചേരുക എന്ന് പറയുന്ന ഒരു മാനുഷിക ധർമ്മം നിർവഹിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട ആചാരങ്ങൾ അടിയന്തരമായി ക്യാബിനറ്റ് യോഗം ചേർന്ന് എല്ലാ നടപടി സ്വീകരിക്കാൻ എല്ലാ കാര്യവും ചെയ്യും. അതിൻ്റെ ഭാഗമാണ് ഇവിടെ കാണുന്ന സംവിധാനങ്ങൾ. ഇവരെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ സഹായത്തോടുകൂടി ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വീടുകളിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നവർക്ക് പങ്കുവെക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിൽ ഒരു സാധനങ്ങൾ ഉണ്ടാകണമെന്ന് കുവൈറ്റിലുണ്ടായ അഗ്നിബാധയും ആകസ്മികമായി ഉണ്ടായ അഗ്നിബാധയും അതിലൂടെ ജീവൻ നഷ്ടപ്പെട്ട 49 ആളുകൾ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കുടുംബത്തെ മാറ്റിപ്പുലർത്തുവാൻ വേണ്ടിയാണ് ദൂരദേശത്ത് പോയി ജോലിക്കായി പോയത്. വളരെ ആകസ്മികമായി ഉണ്ടായ ഈ അത്യാഹിതത്തിൽ ജീവൻ പൊലിഞ്ഞ മുഴുവൻ സഹോദരങ്ങളെയും ഓർത്ത് ദുഃഖിക്കുകയും പരിശുദ്ധ സഭയുടെ ദുഃഖം ഈ തരുണത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക പാവായിക്കും മലങ്കര മെത്രാപ്പൊലീത്ത പിതാവായ ഗ്രിഗോറിയോസ് തിരുമേനി ഉൾപ്പെടെയുള്ള എല്ലാ സഭാ പിതാക്കന്മാരുടെയും സഭയ്ക്ക് വേണ്ടിയും ദുഃഖം രേഖപ്പെടുത്തി കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അനുശോചനം അറിയിച്ച് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Expressing our deep condolence to the families of the deceased. That was very unfortunate. When so many persons have died in abroad, it is the duty of the state to send their representative. The Minister for Health was ready to fly to Kuwait, but unfortunately, the government of India has not given the political clearance. This is very unfortunate. This is a situation of crisis management.
central government's representatives are there, if the state government representatives are there, it will be a help. This is very unfortunate, very disappointing. ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് നാം കഴിഞ്ഞ ദിവസം ശ്രമിച്ചത്. നമ്മുടെ സഹോദരങ്ങൾ അപ്രതീക്ഷിതമായ അപകടത്തിൽപ്പെട്ട് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ മൊത്തം ഞെട്ടിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് കേരളം. നമ്മുടെ 24 മലയാളി സഹോദരങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ യുവത്വം തുളുമ്പി നിൽക്കുന്ന ചെറുപ്പക്കാർ, കുടുംബത്തിൻ്റെ ആശ്രയമായിട്ടുണ്ടാവും. ഈ നാട് മുഴുവൻ കണ്ണീരിലാണ്. നമുക്കൊക്കെ താങ്ങാനാകാത്ത ദുഃഖം നമ്മൾ ഹൃദയത്തിൽ ഒതുക്കുകയാണ്. ആ കുടുംബാംഗങ്ങളോട് എല്ലാ അനുശോചനവും ഞാൻ അറിയിക്കും. കൊല്ലത്തുനിന്ന് തന്നെയാണ്. സങ്കടകരമായ ഒരു ദിവസമാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ച്. കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും ഇന്ന് ഒരു തരി പോലും സന്തോഷിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ജീവിതം കെട്ടുറപ്പുള്ളതാക്കാനായിട്ട് ഗൾഫ് നാട്ടിൽ പോയി പണിയെടുത്ത് ഒന്നുമാകാതെ ഇന്നിപ്പോൾ കേവലം എന്താ പറയുക, ജീവനൊക്കെ ശരീരങ്ങളായിട്ട് തിരിച്ചു വരുന്ന 23 പേര് ഈ കേരളത്തിൻ്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ്. ആ 23 പേരുടെ ആത്മാവിന് മോക്ഷം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു.
ആ 23 കുടുംബാംഗങ്ങൾക്കും 23 പേരുടെ കുടുംബാംഗങ്ങൾക്കും ഇത് താങ്ങാനുള്ള കരുത്ത് സർവശക്തനായ ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.